ഹലോ എവരിവൺ, പുതിയൊരു മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. നമുക്കെന്തെങ്കിലും ചെയ്യണം. നമുക്ക് ഡയമണ്ട് മൈൻ ചെയ്യാൻ പോകാമെന്ന് തോന്നുന്നു. നമുക്ക് മൈനിങ് ചെയ്തൊന്ന് ഡയമണ്ടെല്ലാം കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിരിക്കും. ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി മൈനിങ് ഏരിയയിലേക്ക് പോകേണ്ട സംഭവം ഉണ്ടാക്കണം. നമുക്ക് ഇതെന്താ കാണാൻ കുറച്ച് ഭംഗിയായിട്ടുണ്ട് സ്ഥലം. അപ്പോൾ ഞാൻ ആദ്യം മുകളിലത്തെ റൂമിലേക്ക് തന്നെ വന്നു. ഫുഡെല്ലാം കളക്ട് ചെയ്തു. നമുക്ക് മൈനിങ് ഏരിയയിലേക്ക് പോകണം. അതായത് നമുക്ക് വില്ലേജിൽ പോയാലോ? ബ്രീഡർ സെറ്റ് ചെയ്യാണ്. വില്ലേജിൽ പോകാൻ തോന്നുന്നു. നമുക്ക് കുറേ മൈനിങ്ങിന് വേണ്ടി കുറേ സംഭവം കിട്ടിയതാ. 2 സ്റ്റാക്ക് കോൾ കിട്ടി, കുറേ ഡീപ് സ്ലേറ്റ് കിട്ടി, ഗോൾഡ് കിട്ടി. ഇതെല്ലാം മൈനിങ്ങിന് വേണ്ടി കിട്ടിയതാണ്. പക്ഷെ ഡയമണ്ട് മാത്രം കിട്ടിയിട്ടില്ല. ഞാൻ ഡയമണ്ടിൻ്റെ സ്ഥലം വരെ പോയി. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടി പോകണം. നമുക്കൊന്നും കൂടി പോകണം. നമുക്ക് ഡയമണ്ട് കിട്ടുന്നവരെ ഒരു ഡയമണ്ട് സോഡെല്ലാം ഉണ്ടാക്കിയിട്ട്, സോഡല്ല പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ലാവയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒബ്സിഡിയൻ ഉണ്ടാക്കണം, പോർട്ടൽ ഉണ്ടാക്കണം. അങ്ങനത്തെ കുറേ പണിയുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ഗൈസ്, ക്രീപ്പർ വന്ന് പൊട്ടി ഗൈസ്. ഇപ്പം എൻ്റെ ഇന്ന് വേൾഡ്, അപ്പം ഞാൻ നിർത്തേണ്ടി വരും. ഞാൻ നിർത്തുന്നില്ല ഗൈസ്. ഞാൻ പുതിയൊരു ഹാർഡ് കോർ സീരീസ് തുടങ്ങാൻ പോവാണ് പുതിയ സ്ഥലത്ത്. അതായത് ഒരു ഐലൻഡിലാണ് ഞാൻ ഹാർഡ് കോർ സീരീസ് തുടങ്ങാൻ പോകുന്നത്. നമ്മളെ കഴിഞ്ഞ വേൾഡ് ചത്തുപോയി ക്രീപ്പർ കാരണം. എനിക്ക് തോന്നി ക്രീപ്പർ കാരണം തന്നെ നമ്മൾ ചാവുന്ന എനിക്ക് നേരത്തെ തോന്നിയതാണ്. അപ്പം നമുക്ക് ഈ വേൾഡ്, ഈ സ്ഥലത്ത് ഐലൻഡ് എത്രയൊക്കെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. അപ്പം നമുക്ക് ഇതെല്ലാം സാൻഡ് എടുത്തിട്ട് നമുക്ക് മുകളിലേക്ക് വെച്ച് നോക്കാം. അപ്പം നമ്മൾ ഇനിയില്ല ഹാർഡ് കോർ സീരീസ് ആയിരുന്നു ഐലൻഡിൽ മാത്രമായിരിക്കും. നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ല. ഐലൻഡിൽ നിന്ന് തന്നെ, ഈ ഐലൻഡിൽ നിന്ന് തന്നെ 100 ദിവസം നിൽക്കാൻ തന്നെ ഞാൻ നോക്കും. 100 ദിവസം തന്നെ ആയിരിക്കും ഇതാണ്. 100 ദിവസം ഈ ഐലൻഡ് സർവൈവ് ചെയ്യാമെന്ന എൻ്റെ ഗോൾ. അപ്പോൾ ഇന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത്, എനിക്കൊരു നല്ല ബേസ് ഉണ്ടാക്കണം. അത് മാത്രമേ ചെയ്യുന്നില്ലൂ. അല്ലാതെ അയൺ ആർമറൊന്നും സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സ്ഥലമില്ലത്. അധികമൊന്നുമില്ല, കുറച്ചപ്പുറത്തേക്ക് വരെ ഉള്ളൂ. അധികം ദൂരമൊന്നുമില്ല. അപ്പം നമുക്ക് ആദ്യം കുഴിച്ച് താഴത്തിന് പോവാം. അധികം ദൂരത്തേക്കൊന്നുമില്ല ഈ സ്ഥലം. അപ്പം നമുക്ക് ഇന്നത്തെ ഇത് ആടിന് കിട്ടുമെന്നാണ് ഇപ്പം സംശയം. എനിക്ക് ചെറിയ സ്ഥലമായതുകൊണ്ട് ആട് സ്പോണാവാൻ ചാൻസ് ഉണ്ടോയെന്ന് അറിയില്ല. ഇപ്പം കോഴി ചിക്കൻ ഫ്രൈ ആക്കാൻ വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ നമ്മളെ മെയിൻ പരിപാടിയായി വുഡൻ ടൂൾസിലേക്കും മറ്റേ സംഭവം ക്രാഫ്റ്റിംഗ് ടേബിളും ഉണ്ടാക്കാം. നമുക്ക് മരമെല്ലാം വെട്ടണം. ബേസിക്കിൽ നിന്ന് തന്നെ തുടങ്ങണം നമുക്ക് ഫസ്റ്റ് തന്നെ. ചെറിയ ലാഗ് ഉണ്ട്. ഓക്കെ, ഒരു ആക്സും പിക്കാക്സും ഉണ്ടാക്കാം. ആക്സും പിക്കാക്സും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആടിന് കിട്ടുമോ നോക്കാം. നമുക്ക് കിട്ടുന്ന സാധനമെല്ലാം എടുക്കുമ്പോൾ ഫുഡ് പശുവിനെ കൊല്ലാം. ഈ പശുവിന് നമുക്ക് ബീഫ് വേണം, അത് കിട്ടി. അടുത്തത്
ലെതർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെതർ ആർമറെല്ലാം ഫസ്റ്റ് ഉണ്ടാക്കാം വേണമെങ്കിൽ. ആക്കുമെന്നല്ല, ചിലപ്പോൾ ഞാൻ ഡയറക്റ്റ് അയൺ ആർമറിലേക്ക് പോവും. ലെതർ ആർമർ അധികം ഉണ്ടാക്കില്ല. അപ്പം നമുക്ക് ആദ്യം വുഡ് കട്ട് ചെയ്യാം കുറച്ചും കൂടി. ഈ നൈറ്റ് എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് അറിയാത്തത്. ഇപ്പോൾ ആടുമില്ല, പൂളില്ലാതെ നമുക്കിപ്പോൾ ബെഡ് ഉണ്ടാക്കാനെങ്കില. ഇതിനെല്ലാം കൊല്ലാം, നമുക്ക് ഫുഡ് വേണം. രാത്രി നിൽക്കണമെങ്കിൽ നമ്മുടെ ഹങ്കർ ഹെൽത്തെല്ലാം കുറയാൻ ചാൻസ് ഉണ്ട്. ഇന്ന് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. മറ്റേ സൈസ് വ്യൂവിൽ എനിക്ക് കറക്റ്റ് ഫുഡ് കിട്ടും. അപ്പം ഞാൻ കുറച്ച് സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. നൈറ്റ് ആവറായി ഒരു ഫർണസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത്ര സമയമായിട്ട് നമുക്ക് ആകെ ഒരു വൂള് മാത്രമേ കിട്ടില്ല, ഒറ്റ വൂള്. ഇനി 2 വൂളും കൂടി ആവശ്യമുണ്ട്. എന്നാലേ നമുക്ക് ഈ നൈറ്റ് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാൻ കഴിയും. പക്ഷെ ഒരൊറ്റ ആടിനെ കാണുന്നില്ല, ഇരുട്ടായി. ഇപ്പം സോംബി വരും, സോംബി വരാറായി ഗൈസ്. ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. അതാ സ്പോണായി. സ്കെൽട്ടൺ സോംബിയെല്ലാം ഉണ്ട് വന്നിട്ട്. നമുക്ക് ഇതേ വഴി അങ്ങോട്ട് പോകാൻ നോക്കാം. എൻ്റെ ഫർണസിൻ്റെ അടുത്ത് വെച്ച് എനിക്ക് ഫുഡൊന്ന് കുക്ക് ചെയ്യണമായിരുന്നു. എൻ്റെ കയ്യിൽ മീറ്റ് ഉണ്ട്, മീറ്റ് കുക്ക് ചെയ്യാന്ന് ചോദിക്കും. അവിടെ സോംബി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇതാ അവിടെ സ്കെൽട്ടൻ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകണ്ട. വെറുതെ ഫസ്റ്റ് തന്നെ മറ്റേതിനെ കാട്ടി മറ്റേതിൽ 2 ദിവസം ഉണ്ടായി. ഇതിൽ ഫസ്റ്റ് ഡേ തന്നെ ചാവുന്ന ഭാഗ്യം. നമുക്ക് ഇവിടെ വെക്കാം. നമുക്കെന്ത് ചെയ്യാം ഇപ്പോൾ? ഞാനിപ്പോൾ അങ്ങോട്ട് എനിക്ക് എന്തായാലും പോകില്ല. സോംബിയും സ്കെൽട്ടൻ, സ്പൈഡർ, ക്രീപ്പർ എല്ലാം ഉണ്ട്. ഈ സ്പൈഡർ എനിക്ക് വെള്ളത്തിലുണ്ട്, വെള്ളത്തിലിറങ്ങാനും കഴിയില്ല. വെള്ളത്തിൽ സോംബി ഉണ്ടാവും. എന്ത് ചെയ്യും? ആക്രമിക്കാൻ പോകണോ അതോ എന്ത് ചെയ്യാണ്? ഒരു ഫൈറ്റിന് പോകേണ്ടി വരും തോന്നുന്നു. ചാൻസ് ഉണ്ട്, ഒരു ഫൈറ്റ് ചെയ്യേണ്ടി വരും അവരോട്. നമുക്ക് ഈ സാൻഡ് കുറച്ചെടുക്കാം, കയ്യിലെടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഷെൽട്ടർ പോലെ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഗ്ലാസിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ വീഡിയോ കിട്ടുന്ന സമയത്ത് നമുക്ക് ജനലിനെല്ലാം ഗ്ലാസ് വെക്കാനുണ്ട്. അപ്പോൾ കുറച്ച് സാൻഡ് കയ്യിലെടുത്ത് വെക്കാം, ആവശ്യം വരും. നമുക്ക് ഈ സ്പൈഡറിനെ കൊന്നാലോ? കൊല്ലേണ്ടി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ സ്പൈഡറിനെ. നമ്മൾ നേരത്തെ വരുന്നുണ്ട്. 2 സ്പൈഡർ വെബ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്ര എണ്ണം കിട്ടിയാൽ വൂളുണ്ടാക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഇനി എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്ത് പോകാൻ പറ്റുന്നില്ല. ഇത് സോംബികൾ, നമുക്ക് ഇവരെല്ലാം കൊല്ലാം. നമുക്ക് ഒരാളെ ബാക്കി വെക്കണ്ട, ഇനി എല്ലാവരും കൊല്ലുന്നതായിരിക്കും. Sequenciado, empurra e toma. Tapa na bunda desse safadão. ഗൈസ്, അങ്ങനെ ഞാൻ ഫൈനലി എല്ലാവരും
ഫൈറ്റ് ചെയ്ത് അവസാനം ഞാൻ പകലുണ്ട ഒരു നൈറ്റ് അങ്ങനെ സ്കിപ്പ് ചെയ്തു. പിന്നെ ബെഡ് ഉണ്ടാക്കി, അത് കഴിഞ്ഞ് നമുക്ക് വോൾ കിട്ടി. അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു ചെറിയ ഷെൽട്ടർ ഉണ്ടാക്കി. ഞാൻ നേരത്തെ ഹാർഡ് കോർ സീരീസിൽ ഉണ്ടാക്കിയ പോലത്തെ തന്നെ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടില്ല, അതേപോലത്തെ വീട് തന്നെ ഉണ്ടാക്കിയത്. അധികം വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ചില ഉള്ളിലും പുറമേയും കുറച്ച് വ്യത്യാസം വരുത്തിയതേ ഉള്ളൂ, അല്ലാതെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ബാക്കിലും ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഡിസൈൻ ചെയ്യാനുണ്ട്. എന്തെങ്കിലും ഡിസൈൻ ഉണ്ടാക്കാൻ നോക്കി ഈ വീട്ടിന്. സ്റ്റെക്ക് ആകുന്നുണ്ട്, കുറേ സമയം കളിച്ചോണ്ടാ അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.